ഇവിടെ നോക്കുമ്പോൾ ഒരു ജീവിയുടെ ലുക്കില്ലേ, ഇപ്പം തന്നെ വൈബ്രേഷൻ ഇല്ല. കണ്ടോ, ഈ ഹെഡ്ലൈറ്റിൻ്റെ മേളിൽ ഒരു കവർ പോലെ ഒന്നുണ്ടോ, ആണിത് വയ്ക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു സ്റ്റോറി ഇട്ട് കണ്ടായിരുന്നു, ഡിസ്കവർ 125Tയുടെ വൈസർ ഇതിൽ വയ്ക്കുന്നതിനെ പറ്റിയൊരു സ്റ്റോറി ഇട്ട് കണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് കമൻറ്റ്സ് വന്നായിരുന്നു. ഞാൻ പോളായിട്ടെല്ലാം ഇട്ട മെസ്സേജാണ് ഇട്ടത്, അതുകൊണ്ട് ഞാൻ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ഏകദേശം 70.6K വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു സ്റ്റോറിക്ക്. അപ്പോൾ നമ്മൾ മെസ്സേജ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പം കൂടുതലും പേര് വയ്ക്കണം അങ്ങനത്തെ ഒരു 50-50 ചാൻസിലാണ് നിന്നത്. അപ്പോൾ എൻ്റെ ഈ സ്റ്റോക്ക് വൈസറിനെ ഞാൻ ഒരിക്കലും വൃത്തിയേടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഐ ലവ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വൈസറുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് വൈസർ. ഇതിലിരുന്ന പഴയ വൈസറാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും, കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റേ വൈസർ വയ്ക്കുമ്പോൾ പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വൈസർ. കണ്ടോ, ഇതാണ് ആ വൈസർ. അപ്പോൾ ഇത് നമുക്ക് വയ്ക്കാൻ വേറെ പാടൊന്നുമില്ല, കാരണം ഇവിടുത്തെ സ്റ്റാറിൻ്റെ സ്ക്രൂവും ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വയ്ക്കാൻ പറ്റും. കാരണം ഇവിടുത്തെ ഹോളും ഈ ഹോളായിട്ട് നമുക്ക് പക്ക മാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഹോള് മാച്ചാണ്, വേറെ സീനൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സാധനം കുറച്ച് താഴോട്ടിറങ്ങി വരും. താഴോട്ടിറങ്ങുന്ന സമയത്ത് ആ മേളിലത്തെ പീസ് കാണണം, അത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റേ സ്റ്റോക്ക് കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും. അത് പഴയത് തന്നെ കട്ട് ചെയ്യാം, ഇത് കുഴപ്പമില്ല, ഇവിടെ വരും. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനുണ്ട്. മേളത്തെ പോർഷൻ ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്യാനുണ്ട്. അതായത് ഇവിടെ തന്നെ ആ പോർഷൻ ലൈന് കൊടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് വെച്ചിരുന്നതുകൊണ്ട് ഇത് തന്നെ ലൈനുണ്ട്. അപ്പം നമുക്കതനുസരിച്ച് കട്ട് ചെയ്താൽ മതിയാവും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഇതിൽ കട്ട് ചെയ്യാമല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ലൈന് നോക്കാമല്ലേ, ഈ ലൈന് നോക്കി കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടർ മെഷീൻ എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാമല്ലേ. പോകണ്ട ആവശ്യം, നമ്മൾ മേളിൽ ലെവലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫിനിഷിങ് വരുത്തിയിട്ടുണ്ട്. നമുക്കിതിന് ജസ്റ്റ് ഒന്ന്, ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫെയ്ഡഡ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് പേപ്പർ വെച്ച് ഇത് നൈസാക്കിയിട്ട് വയ്ക്കാം. എന്തായാലും ചെയ്യുന്നതില്ല, നീറ്റായിട്ട് ചെയ്തോളാം. അപ്പോൾ ഗൈസ്, നമ്മളിതിൽ 2 സ്ക്രൂവും ഊരി മാറ്റണം. പ്രസ്സാണ്. വൈസറുകളൊക്കെ ഗൈസ്, നമ്മൾ ഈ വൈസർ, അതായത് നമ്മൾ സ്റ്റോക്ക് വൈസർ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ പഴയ വൈസറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഇതും കണക്ട് ചെയ്യണം. ഓക്കെ, കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഈ വൈസറും കൂടെ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലാക്ക് മാറ്റ് അടിക്കണം. മാറ്റ് അടിക്കുമ്പോൾ ഈ പുറത്ത് ഗ്ലോസി ആയിട്ട് തന്നെ കാണും, അതുകൊണ്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ നമ്മൾ വച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തേ പറ്റുള്ളൂ ഇങ്ങനെ. ഓക്കെ, ഇവിടുത്തെ ലോക്കായല്ലോ, ലോക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വയ്ക്കാമല്ലേ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. 2 സ്ക്രൂ ഉണ്ട്, വെച്ച് നോക്കാം. അടുത്ത് നമ്മൾ ചെറിയ സ്ക്രൂ ആണ് വെച്ച് നോക്കിയത്. ഇപ്പോൾ കുറച്ചുകൂടി വലിയ സ്ക്രൂ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്.
നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. രണ്ട് വലിയ സ്ക്രൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രൂസ് ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഇവിടെ 2 സ്ക്രൂ വയ്ക്കണം. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇത്രയും താക്കണം. ഇത്രയും താത്താലേ നമ്മൾ സ്ക്രൂ വയ്ക്കാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ നമുക്ക്. ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ പോർഷനും തട്ടുന്നുണ്ട്. അത് പോയിട്ട് ഇതും തട്ടി നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത് അടിയിൽ കയറ്റി വയ്ക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഈ പോർഷൻ തട്ടിയുണ്ട്. ഇതും ഞാൻ കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരു ഫിക്സായിട്ട് വയ്ക്കാൻ പറ്റും. കാരണം ഈ 2 സൈഡുള്ള ബോൾട്ടുകൾ നമ്മളിതിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് വേറെ എക്സ്ട്രാ ഒരു ഹോൾ ഇടണ്ട. പക്ഷേ സെൻറ്ററിൽ ഇവിടെ എവിടെയെങ്കിലും 2 ഹോൾ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചിരുന്നത്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് പെയിൻറ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്ലോസി ഫിനിഷായിട്ട് കിട്ടും. ഗൈസ്, നമ്മളിവിടെ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് വേറെ ഒന്നിനല്ല. നമ്മളിപ്പം ഈ അകത്ത് നോക്കുമ്പം ഇവിടുത്തെ ചെറിയൊരു ഇത് ഹോൾ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ഡ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഡ്രില്ല് ചെയ്യുമ്പം അതിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, നമ്മൾ ഡ്രില്ല് ചെയ്യാൻ പോവുകയാണ്. കളയാം. ഇവിടെ 2 നമ്മൾ സ്ക്രൂ വയ്ക്കാൻ പോകുന്നത്. സെൽഫ് ടൈപ്പ് സ്ക്രൂ ആണ്. പക്ഷെ കുറച്ചുകൂടി ഹോള് വലുതാക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമ്മളിപ്പോൾ വെച്ച് അടിക്കാൻ നേരത്ത് ചിലപ്പം ഈ ഹോള് ബ്രേക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അടിയിലൊരു റബ്ബർ പീസ് നമുക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കാം. വൈബ്രേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ഈ റബ്ബർ പീസ് വയ്ക്കുന്നത്. നമുക്ക് ഒട്ടിക്കാം. ഇതാണ് സെൽഫ് ടാപ്പിംഗ് സ്ക്രൂസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് വച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട്? നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ ഇരിക്കുന്ന സ്ക്രൂ തന്നെ കുറച്ച് ലെന്ത് കൂട്ടിക്കഴിഞ്ഞ് ഇത് വയ്ക്കാൻ പറ്റും. അപ്പുറത്തും ഇപ്പുറത്തും അത് കുറച്ച് ലെന്തുള്ള സ്ക്രൂ വാങ്ങിച്ചാൽ മതി. പിന്നീട് ഇവിടെ സെൽഫ് ടൈപ്പ് സ്ക്രൂസാണ് ഞാൻ വെച്ചിരുന്നത്. വൈബ്രേഷൻ ഒന്നുമില്ല. ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ ഞാൻ മറ്റേ പഴയ സ്പോയിലർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഇത് വണ്ടി വാങ്ങിച്ചപ്പം കിട്ടിയ സ്പോയിലറാണ് വെച്ചിരുന്നത്. ഇത് കുറച്ച് ഡാമേജ് ആയ സ്പോയിലറായിരുന്നു. അപ്പം അതിവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലുക്ക്? കൊള്ളാമോ? ഇവിടെ നോക്കുമ്പോൾ ഒരു ജീവിയുടെ ലുക്കില്ലേ? ജീവി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് വ്യൂ മീൻസ് റൈഡർ പോസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ആ വ്യൂ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ സ്റ്റോക്ക് വൈസറാണ്. അപ്പോൾ ആ സ്റ്റോക്ക് വൈസർ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് മറ്റേത് നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ വൈസർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? സെറ്റല്ലേ? അപ്പോൾ ഈ റൈഡർ വ്യൂ വന്നിട്ട് ഇതാവും. ഓക്കെ, നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അത്യാവശ്യം കൊള്ളാം. പക്ഷേ എനിക്കിനി തോന്നുമ്പം മറ്റൊരിടത്ത് വയ്ക്കാം, സീനില്ല. ഉണ്ടോ ഇവിടെ നോക്കുന്നുണ്ടോ? ഗൈസ്, നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒട്ടും തന്നെ വൈബ്രേഷൻ ഇല്ല. കണ്ടോ, ഈ ഹെഡ്ലൈറ്റിൻ്റെ മേളിൽ ഒരു കവർ പോലെ ഒന്നുണ്ടോ? ആണിത് വയ്ക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്.
ഇത് വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എന്നെ വിളിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.